ഈ ലോകത്തിൻ്റെതായ എല്ലാ കുറവുകളും പോരായ്മകളും ന്യൂനതകളും ഒക്കെ നമ്മളെയും ബാധിക്കുന്നുണ്ട്. സത്യത്തിൽ നമ്മൾ ഈ ലോകത്തിൻ്റെതല്ല എന്ന് പറഞ്ഞത് ക്രിസ്തുവാണ്. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ അവസാന സമയങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവ് തന്നെ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ ഇവരും ലോകത്തിൻ്റെതല്ല എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, നമ്മൾ ലോകത്തിൻ്റെതാകുന്നത് ശരീരം കൊണ്ട് മാത്രമാണ്. യോഹന്നാൻ സുവിശേഷം 6:63 ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഈ അച്ഛൻ പുറത്തേക്കൊന്ന് ഇറങ്ങി ഒന്ന് കാലുവഴുതി വീണാൽ തലയടിച്ച് മരണപ്പെട്ടു പോയാൽ പിന്നെ ബെന്നിയച്ഛൻ എന്നല്ല പറയുക, പിന്നെ മൃതശരീരം എന്നേ പറയൂ. ശരീരം മൃതമായി. ശരീരം മൃതമാകുന്നത് ആത്മാവും ജീവനും നഷ്ടപ്പെടുമ്പോഴാണ്. ഈ ലോകത്തിൻ്റേത് ശരീരമാണ്. അതുകൊണ്ട് മരിക്കുന്ന വ്യക്തി ലോകത്തിൽ നിന്ന് കടമെടുത്തത് ലോകത്തിന് കൊടുക്കും, ബാക്കിയുള്ളത് ദൈവത്തിൻ്റേതാണ്. 1 യോഹന്നാൻ 4:13 ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് വർഷിച്ചിരിക്കുന്നതിനാൽ നാം ദൈവം നമ്മിലുമാണെന്ന് നാം അറിയുന്നു. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ സ്വന്തമാണ്.